കിടപ്പാടമില്ലാതെ എം.എൽ.എമാർ. പുതിയ എം.എൽ.എമാർക്കെല്ലാം നിയമസഭാ വളപ്പിലെ എം.എൽ.എ ക്വാർട്ടേഴ്സിൽ കിടപ്പാടം കിട്ടാൻ ഇനിയും കാത്തിരിക്കണം. 2.5 മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത പമ്പ ബ്ലോക്കിന്റെ നിർമ്മാണം തീരാൻ ഇനിയും സമയമെടുക്കും. ഈ മാസം ചേർന്ന ആദ്യ സമ്മേളനത്തിലെത്തുന്ന എം.എൽ.എമാരെ KTDC ഹോട്ടലുകളിലും ഗസ്റ്റ് ഹൌസുകളിലുമായി താമസിപ്പിക്കാനാണ് തീരുമാനം. ബംഗാളിൽ തിരഞ്ഞെടുപ്പ് വന്നതോടെ ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റിയുടെ തൊഴിലാളികൾ കൂട്ടത്തോടെ സ്ഥലം വിട്ടതാണ് പണി വൈകിപ്പിച്ചത്. കാലപ്പഴക്കം മൂലം പമ്പ ബ്ലോക്ക് പൊളിച്ച് 73 കോടി രൂപ ചിലവിൽ 60 ഫ്ളാറ്റുകളുള്ള 10 നില മന്ദിരത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് 2022 അവസാനമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ പണി തീർക്കുമെന്നായിരുന്നു വാഗ്ദാനം. പഴയ പമ്പയിൽ താമസിച്ചിരുന്ന 16 എം.എൽ.എമാരിൽ 14 പേരെ നിള ബ്ലോക്കിന്റെ മുകൾ നിലയിൽ ഇരുമ്പ് ഷീറ്റ് മേൽക്കൂരയുള്ള ഒറ്റമുറി ക്വാർട്ടേഴ്സുകളിലേക്ക് മാറ്റി. ആവശ്യക്കാർക്ക് പരമാവധി 30,000 രൂപ വരെ മാസവാടകയ്ക്ക് ഫ്ളാറ്റിൽ താമസിക്കാൻ അനുവാദം നൽകിയിരുന്നെങ്കിലും തോമസ് കെ തോമസും PV ശ്രീനിജനും മാത്രമാണ് ഈ ഓഫർ സ്വീകരിച്ചത്. ഇരുവരും തോറ്റതിനാൽ അടുത്ത മാസം മുതൽ വാടക നൽകേണ്ട. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ആദ്യ മന്ത്രിസഭാ യോഗം എം.എൽ.എമാരുടെ സത്യപ്രതിജ്ഞയ്ക്കായി നിയമസഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യുന്നതാണ് രീതി. 2021 മെയ് 24-നായിരുന്നു ഇതിനായി നിയമസഭ ചേർന്നത്. സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ്, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, നന്ദി പ്രമേയ ചർച്ച, ബജറ്റ് എന്നിവയെല്ലാം ഇതിന് തുടർച്ചയായുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ മാസം അവസാനത്തെ ആഴ്ച എം.എൽ.എമാരെല്ലാം നിയമസഭയിലെത്തും. സർക്കാർ മാറുമ്പോൾ പഴയ എം.എൽ.എമാർക്ക് ക്വാർട്ടേഴ്സ് ഒഴിയാൻ 2 ആഴ്ച മുതൽ 1 മാസം വരെ സമയം നൽകാറുണ്ട്. അപ്പോൾ പുതിയ എം.എൽ.എമാർക്ക് പുറത്ത് സൗകര്യമൊരുക്കും. ഇത്തവണ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം കൂടി തീരാത്തതിനാൽ കൂടുതൽ ദിവസം പുറത്ത് താമസിക്കേണ്ടി വരും. 4 നിലകളിലെ 25 ഫ്ളാറ്റുകൾ ഏകദേശം സജ്ജമായെന്നും 1 മാസത്തിനകം ഇവിടെ താമസം തുടങ്ങാനാകുമെന്നുമാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും പണി ബാക്കിയാണ്. രണ്ടാമത്തെ ലിഫ്റ്റ്, വൈദ്യുതി, വെള്ളം സപ്ലൈ ലൈൻ, ഡ്രെയിനേജ് ലൈൻ, AC ഫിറ്റിംഗ്, ശുചിമുറികളിലെ ഫോൾ സീലിംഗ്, ടാപ്പ് ഫിറ്റിംഗ്, ടൈൽ ഫിനിഷിംഗ്, മുറ്റത്തെ ഇന്റർലോക്കിംഗ്, സ്റ്റെയർ കേസ്, റെയിലിംഗ് എന്നിവയെല്ലാം തീരാനുണ്ട്. 9-10 നിലകളിൽ ഏറെ ജോലികളും ബാക്കിയുണ്ട്. ഇവ തീരാതെ താഴത്തെ നിലകളിൽ താമസം തുടങ്ങിയാൽ ബുദ്ധിമുട്ടാകും. ഫർണിച്ചറുകൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും പണി തീരാതെ മുകളിലേക്ക് മാറ്റാനാകില്ല. അതേസമയം കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തിൽ എക്കാലത്തും നിർണായക പങ്കുവഹിച്ചിരുന്ന എമ്മിന് മുന്നിലുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഇതാദ്യമായി നിയമസഭയിൽ മാണി ഗ്രൂപ്പിന് പ്രാതിനിധ്യമില്ല. കേരളം എം രൂപം കൊണ്ട ശേഷം 1965 മുതൽ KM മാണി എന്ന അധികായൻ നിയമസഭയിൽ നിർണായക സാന്നിധ്യമായിരുന്നു. മാണിയുടെ കാലശേഷം നടന്ന കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും കേരളത്തിന്റെ എമ്മിന് 5 എം.എൽ.എമാരുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ചെയർമാന്റെ തട്ടകമടക്കം എല്ലാ സീറ്റുകളും ഒലിച്ചുപോയി. ഇത്ര വലിയ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് സത്യം. ഭരണവിരുദ്ധ തരംഗമാണ് വൻ പരാജയത്തിലേക്ക് നയിച്ചതെന്ന നിലപാടാണ് ഒരു വിഭാഗത്തിന്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുണ്ടായ മുന്നണി മാറ്റ വിവാദവും റോഷി അഗസ്റ്റിന്റെയും പ്രമോദ് നാരായണന്റെയും നിലപാട് സൃഷ്ടിച്ച പ്രതിസന്ധിയും കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. പാർട്ടിയുടെ തീരുമാനം പറയും മുൻപ് അവർ ഈ വിഷയം സാമൂഹിക മാധ്യമങ്ങളിലിട്ട് ചർച്ചയാക്കിയതോടെയാണ് മുന്നണി മാറ്റം മുടങ്ങിയത്. ഉറച്ച തീരുമാനമെടുത്ത് UDF-നൊപ്പം പോയിരുന്നെങ്കിൽ പാർട്ടിക്ക് നേട്ടമായേനെ എന്ന് കരുതുന്ന പ്രവർത്തകരും ഏറെയാണ്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അടിസ്ഥാന വോട്ടുകൾ അധികം നഷ്ടമായിട്ടില്ല. ഇത് അനുഭാവ വോട്ടുകളാണ് കൈമോശം വന്നതെന്നുമുള്ള വാദവും ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. റോഷി അഗസ്റ്റിനൊഴിച്ചുള്ള എം.എൽ.എമാർ 10,000-ൽ താഴെ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടതെന്ന വാദമാണ് ഇതിന് പിൻബലമായി ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.